ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ ഞാനിന്നൊരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതേ ഞാൻ 1/2 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി കുക്കറിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ അതിലേക്ക് ഇടുന്നത് മീറ്റ് മസാലയാണ്. മട്ടൻ മസാല ഇല്ലാത്തതുകൊണ്ട് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങളാണ് സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. അപ്പം 1/2 കിലോ മട്ടന് വേണ്ടുന്ന സവാള 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് വറക്കാം. കടുക് വറക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഞാൻ എൻ്റെ മിക്ക കറികളിലും ഞാൻ കടുക് ഇടാറുണ്ട്, അതുകൊണ്ട് ഇട്ടുവെന്നേ ഉള്ളൂ. കടുക് ഇട്ടതിന് ശേഷം അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതികളിലായിരിക്കും കറി വയ്ക്കുന്നത്. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് ഞാൻ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വേവിക്കാനായിട്ട് മട്ടൻ വേവിക്കാൻ വെച്ചതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പ് അധികമായി പോവരുത്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകും കറിവേപ്പിലയാണ്. അവനവൻ്റെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പച്ചമുളക് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നൊരു ബ്രൗൺ കളറായി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, അതും കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു സ്പൂണിന് 3 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല. ഇത്രയാണ് കേട്ടോ ഞാൻ പൊടികളായിട്ട് ചേർക്കുന്നുള്ളൂ. അത് നന്നായി ഇളക്കി ആ പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ സാവധാനം ഇളക്കി നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ചെറു തീയിലിട്ട് പൊടി നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മട്ടൻ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ ഒന്നുകൂടി ഒന്ന് ചുരുങ്ങി. അപ്പോൾ വളരെ കുറച്ച് അളവേ തോന്നിക്കുള്ളൂ കേട്ടോ കണ്ടാൽ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഈ മസാലയൊക്കെ ആ ഒരു മട്ടനിലേക്ക് പിടിക്കാനായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കിത് ഉപ്പൊക്കെ ആവശ്യത്തിന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയം കൊണ്ട്. അപ്പോൾ നമ്മുടെ മട്ടനൊക്കെ ഏകദേശം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.